സ്നേഹിക്കപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5 വചനം എങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ ദാസന്മാരായുള്ളവരെ, ചെറിയവരും വലിയവരുമായുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുവിൻ. വലിയ പുരുഷാരത്തിൻ്റെ ശബ്ദം, വലിയ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ഒരു ശബ്ദം അവർ കേട്ടു. ഹല്ലേലൂയ എന്ന ആ സ്തുതിയുടെ ശബ്ദം നമുക്ക് ചേർന്ന് പാടി മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടാം: യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈകളടിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവന്റെ വചനത്തിനു വേണ്ടി ഞാൻ കാതോർത്തിരുന്നു. എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ ചേർന്നിരുന്നപ്പോ അവൻ എൻ്റെ അടുക്കലേക്ക് ചാഞ്ഞു വന്നു. നാശകരമായ ഒരു കുഴിയിൽ നിന്ന്, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവൻ എന്നെ വലിച്ചു കയറ്റി. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ പൊക്കിയെടുത്ത് തന്റെ മാറോട് ചേർത്ത് വെച്ചു. അവനെ നമുക്ക് പാടി ആരാധിക്കാം. കാത്തുകാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. കാത്തുകാത്തല്ലോ, അവനങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും യേശുവിന്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റി, നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ ഉയർത്തി. എന്റെ കാലുകളെ ഉറച്ചതായ ഒരു പാറമേൽ അവൻ നിർത്തി. എന്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു, എന്റെ കർത്താവിന്റെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകളെ പാറമേൽ നിർത്തി, എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു, എൻ കർത്താവിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു, എൻ കർത്താവിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ, സർവശക്തനായ എന്റെ ദൈവമേ, നീയൊഴികെ എനിക്ക് വേറൊരു നാമമില്ല. നീയല്ലാതെ മറ്റൊരു നന്മ എനിക്കില്ല. ഭൂമിയിലുള്ള സർവവിശുദ്ധന്മാരും നിന്നോട് ചേർന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീയാണ് എനിക്ക് എല്ലാത്തിനും ശ്രേഷ്ഠൻ.
എല്ലാ വിശുദ്ധന്മാരും എനിക്ക് ശ്രേഷ്ഠനെന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം നിന്റെ മഹത്വത്തിന്റെ ശക്തി, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, സ്തുതിയുടെ ശക്തി ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കണമേ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിൻ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ ഉള്ളത്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. തിരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. തിരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 തൊട്ടുള്ള വചനം വായിച്ച് കേൾക്കാം. യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി. യോന അത്യന്തം അസംതൃപ്തനും ആരുമായി? കുപിതനുമായി. പിന്നെ വായിച്ചോ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കർത്താവിനോട് ചീത്ത വിളിച്ചോണ്ടല്ല, എന്നാ പറഞ്ഞു? കർത്താവിനോട് പ്രാർത്ഥിച്ചോണ്ട് പറഞ്ഞു. എന്നാ പറഞ്ഞേ? ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇത് തന്നെ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ എന്ത് ചെയ്തു? ശരിക്കും യോന പറയാണ്, കർത്താവിനോട് പറഞ്ഞു, ഈ കോപിച്ചോണ്ട് പറയാണ്, കുറെ കാര്യം പറയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ദേശത്തായിരുന്നപ്പോഴും ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞേ? ഇതുകൊണ്ടാണ് ഞാൻ താർശീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. കണ്ടോ? ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഓടിപ്പോകാനുള്ള ഒരു കാരണം ഇതാണ്. എന്താണ് കാരണം? അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനായുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യോനായ്ക്കൊരു കാര്യം അറിയാമായിരുന്നു. എന്താണ്? ഈ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവിടുന്ന് ദയാലുവും. ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. യോനായ്ക്ക് വ്യക്തമായിട്ടറിയണം. അതുകൊണ്ടാണ് യോന ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചു, ഞാൻ ആരെയും നന്നാക്കാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്തേക്കാം? സ്ഥലം വിട്ടേക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പേര് ഒളിച്ചു പോകുന്നുണ്ട്. ഈ ഒളിച്ചു പോകുന്നതിൻ്റെ പിന്നിലത്തെ കാര്യം എന്താണ്? കഷ്ടതകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ശരിക്കും കൊണ്ട് മടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് നടത്താം. ചിലരുടെ കൂടെ ഒളിച്ചു പോകും. എന്താണ്? ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടേക്കെന്ന് നടത്താം. പക്ഷേ യോന എന്ന് പറയുന്ന മനുഷ്യൻ ഒളിച്ചു പോകാൻ ഒരു കാരണമുണ്ട്. എന്താണ്? അവിടുന്ന് ദയാലുവും. ഒളിച്ചു പോകാനുള്ള കാരണം യോനായുടെ ദൈവത്തിൻ്റെ സ്വഭാവം യോനായുടെ ഉള്ളിൽ യോനായ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അറിയാമായിരുന്നു. യോനായുടെ ദൈവത്തിൻ്റെ ഒരു വലിയൊരു സ്വഭാവമുണ്ട്. എന്താണ് ആ സ്വഭാവം? എന്താണ്? അവിടുന്ന് ദയാലുവും. ഉണ്ടോ? ദൈവം ആരാണ്? ദയാലുവാണ്. പിന്നെ വായിച്ചേ. കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന്. ഒരു മനുഷ്യനെയും അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ശിക്ഷിക്കുന്നതിൽ അവൻ ആരാണ്? വിമുഖനുമാണ്. അപ്പോൾ യോന ദൈവത്തോട് ശരിക്കും ചൂടായത് എന്തുകൊണ്ടാണ്? ഈ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പണിയാണ്. എന്താണ്? എടാ, നീ പോയി പ്രസംഗിച്ചിട്ട് അവിടെ നശിക്കും ഇവിടെ നശിക്കും എന്നെല്ലാം എന്ത് ചെയ്യണം? പറയണം. എന്തിനു വേണ്ടി?
ഇവനൊന്ന് പശ്ചാത്തപിക്കാൻ വേണ്ടി. ഇവൻ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ എന്തു ചെയ്യാം? ഇവനെ ഉയർത്താം, ഇവനെ അനുഗ്രഹിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഏതെല്ലാം മാരക കുഴിയിലാണ് നമ്മൾ കിടക്കുന്നത് എങ്കിലും ഹൃദയം തുറന്ന് ഒന്ന് പശ്ചാത്തപിക്കാൻ നമ്മൾ തയ്യാറായാൽ ആ സെക്കൻഡിൽ തന്നെ സ്വർഗം നമ്മുടെ മേലുള്ള എല്ലാ ശിക്ഷാവിധികളും എന്തു ചെയ്യും? എടുത്തു മാറ്റും. അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് എപ്പോഴും ഒരാഗ്രഹമുള്ളത് എന്താണ്? നീ എൻ്റെ കൂടെ ഒന്ന് പശ്ചാത്തപിച്ച് ജീവിച്ച് തുടങ്ങണം, നീ എൻ്റെ കൂടെ ഒന്ന് പശ്ചാത്തപിച്ച് ജീവിച്ച് നടന്നു തുടങ്ങണം. ഇത്രയേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നീ നിന്റെ വഴിക്ക് എന്ത് ചെയ്യരുത്? പോകരുത്. നീ എൻ്റെ വഴിക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യാം? നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കാം. നമ്മുടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഏത് അനുഗ്രഹം നമുക്ക് കിട്ടിയപ്പോഴും എങ്ങനെയാണ് കിട്ടിയേ? ഓരോ വാഴ്വായിട്ടാണ് കിട്ടിയേ. എന്ത് വാഴ്വായിട്ടാണ് കിട്ടിയേ? ക്രൂശിത രൂപമായിട്ടാണ് കിട്ടിയേ. നിങ്ങളിനി ഇത്രയും കാലം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും, നിങ്ങളുടെ മക്കളുടെ ഒന്നും പറ്റിയിരുന്ന് വരികയല്ല, പക്ഷെ മറ്റാരുടെയെങ്കിലും ഒരു കല്യാണത്തിന് ഒരു സൈഡിൽ പോയി നിന്നിട്ട് നിങ്ങൾ നോക്കണം, എല്ലാ അനുഗ്രഹങ്ങളും തരുമ്പോൾ സ്ലീബ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഇനി ആ മോതിരത്തെ വാഴ്ത്തുമ്പോഴും എന്താണ്? സ്ലീബയുടെ അടയാളത്തിലാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്? വാഴ്ത്തുന്നത്. ഇനി കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയ്ക്കും ഇത് തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുരിശാണ് നമ്മുടെ തലയിൽ വാഴ്ത്തി എന്ത് ചെയ്യുന്നത്? തരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, അതോടൊപ്പം എന്തുണ്ട്? അപ്പം നമ്മുടെ ജീവിതത്തിലെ കഷ്ടത നമ്മൾ അനുഗ്രഹത്തിൻ്റെ കൂടെ എന്ത് ചെയ്തതാ? ചോദിച്ചു മേടിച്ച. പിന്നെ ഇത് മാറാൻ പറഞ്ഞാൽ മാറുമോ? പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ജീവനോടൊരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമതൊരു തിരുവചനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തൊരു തിരുവചനം വായിച്ച് കേൾക്കാം. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരായിത്തീരും? സ്വതന്ത്രരാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്, ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും എന്ത് ചെയ്യുന്നില്ല. ഇനി ദൈവത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടെ വായിക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വചനം. അവൻ കോപിക്കുന്നതിൽ വിമുഖനാണ്, അവിടുന്ന് ദയാലുവും. അവിടുന്ന് കണ്ടോ, ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അവൻ ആരാണ്? ദയുള്ളവനാണ്. പിന്നെ കാരുണ്യവാനും. അവൻ കരുണയുള്ളവനാണ്. പിന്നെ ക്ഷമാശീലനും. അവൻ പൂർണ്ണമായിട്ടും ആരാണ്? ഒരു ക്ഷമാശീലനാണ്. പിന്നെ സ്നേഹനിധിയും. അവൻ മറ്റൊരു വലിയൊരു നിധി അവന്റെ കയ്യിലുണ്ട്. അതാണ് സ്നേഹമെന്ന വലിയൊരു നിധി അവന്റെ കയ്യിലുണ്ട്. പിന്നെ ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന്. കണ്ടോ, ശിക്ഷിക്കുന്നതിൽ അവനെ കൊണ്ട് പറ്റുകയില്ലാത്ത ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ ആരെയും ശിക്ഷിക്കാൻ അവൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ ഈ കാരുണ്യവും സ്നേഹനിധിയും ദയാലുവുമായതുകൊണ്ട് നിനവേയിൽ അവൻ എത്ര പേരെ രക്ഷിച്ചു? 1,20,000 പേരെ. കണ്ടോ, ശരിക്കും ഇവൻ രക്ഷിച്ചതിനാണ് യോന എന്ത് ചെയ്തത്? കോപിച്ചത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ആ നാട്ടിൽ വെളിപ്പെട്ടപ്പോൾ ആർക്ക് കോപമുണ്ടായി? പ്രവാചകന് കോപമുണ്ടായി. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെട്ടിട്ട് നമ്മളെ ഉപദ്രവിച്ച ഒരു മനുഷ്യനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കുമ്പം നമുക്ക് എന്നാ ഉണ്ടാവും? ആ കോപം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോമ്പിന് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ കോപിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് എതിരായി നിൽക്കുന്ന ഒരു യോന നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവനെ ഒന്ന് കണ്ടെത്തണം നമ്മൾ. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് എതിരായി മല്ലടിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയണം, നമ്മൾ കണ്ടെത്തണം. ഈ നോമ്പിലെങ്കിലും നമ്മളിത് കണ്ടെത്തണം. ദൈവത്തിൻ്റെ നീതിക്കെതിരായി
എൻ്റെ പ്രതികരണങ്ങൾ, ദൈവത്തിൻ്റെ നീതിക്കെതിരായി എൻ്റെ ചിന്താഗതികൾ. ഇനി നമ്മൾ ഓർക്കണം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ദൈവം തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ആരെ സൃഷ്ടിച്ചു? എന്നെ സൃഷ്ടിച്ചു. നാട്ടുകാരെയല്ല സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? എന്നെ സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയോ? ഇവൻ എന്നെ ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാക്കി സൃഷ്ടിച്ചതിൻ്റെ പിന്നിലത്തെ കാര്യം, ഈ സ്വഭാവം ഞാൻ ഈ ഭൂമിക്ക് എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ഈ ശാപവും ഈ പേടിയും ഈ ഭയവും ഈ ആകുലതയും, സകല മേഖലയിലും നമുക്ക് എന്താണ്? ആകുലതയാണ് പ്രശ്നം. ഇതെന്താവോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ ദൈവത്തിൻ്റെ സ്വഭാവം യഥാർത്ഥമായിട്ട്, അല്ലേ? ചിലർ പറയാണ്, അയ്യോ എൻ്റെ കൊച്ച് അങ്ങോട്ട് വണ്ടി കയറിയിട്ടുണ്ടേ, കയറുന്ന വഴിക്കെങ്ങാനും ദൈവമേ എന്നേൽ സംഭവിക്കുമോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ദൈവമേ എന്നേൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഈ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഈ ദയയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഈ ക്ഷമയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഈ സ്നേഹനിധിയെക്കുറിച്ച് നമുക്കെന്തില്ല? അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രീതികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നിർത്തണം. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രീതികൾ നമ്മൾ നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാലത്തെ മറ്റൊരു പ്രത്യേകതയാണ്, വാരിക്കോരിയുള്ള അനുഗ്രഹങ്ങളുടെ ഒരു കലവറ സ്വർഗം നമ്മുടെ മേൽ എന്ത് ചെയ്യും? വർഷിക്കുക എന്നുള്ളതല്ല, ഓൾറെഡി അതെന്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു? വർഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതെന്ത് ചെയ്യും? ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയും കൂടെ ദേവാലയത്തിൽ വെച്ച് ഒന്നിപ്പിച്ച സമയത്ത് തന്നെ എനിക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളൂടെ ആ ഒരു കൂദാശയിൽ വരദാനമായ സ്വർഗം എന്ത് ചെയ്ത് കഴിഞ്ഞു? കൊടുത്തു കഴിഞ്ഞു. എനിക്കിത് കിട്ടി എന്നുള്ളൊരു കാര്യം എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നപ്പോൾ, ഒരു മാമോദീസ എന്ന വലിയ ഒരു കൂദാശയിലേക്ക് കടന്നപ്പോൾ, ഒരു കുമ്പസാരം എന്ന് പറയുന്ന ഒരു കൂദാശയിലൂടെ കടന്നപ്പോൾ, ഓരോ കൂദാശയിലൂടെ കടന്നു പോയപ്പോഴും സ്വർഗം എനിക്ക് നൽകേണ്ടതെല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞു? നൽകിക്കഴിഞ്ഞു. ഇനി സ്വർഗത്തിന് നമുക്ക് തരാനായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗം ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തു? തന്നു കഴിഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? യോന കടലിൽ കടന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? ഒരു നന്ദി പ്രകടനമായിരുന്നു. സത്യത്തിൽ നമ്മുടെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ കിട്ടിയ ഓരോ കാര്യങ്ങളെ പ്രതി നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. ഇതിനെ പ്രതി ഇതുകൊണ്ടാണ് ഒരപ്പം എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. അവനറിയാം, ഒരപ്പത്തിലേക്ക് ഞാൻ എൻ്റെ ശരീരം എന്ത് ചെയ്യാൻ പോവുകയാണ്? ആണെന്ന് പറയാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മുറിയപ്പെടാൻ പോവുകയാണ്, ഞാൻ അനേകർക്ക് പങ്കുവെച്ച് കൊടുക്കപ്പെടാൻ പോവുകയാണ്. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യമേ അവനെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്തു? പിതാവാം ദൈവത്തോട് ഒരു നന്ദി പ്രകാശിപ്പിച്ചു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു? മുറിച്ചു. ആ മുറിച്ചു കഴിഞ്ഞപ്പോൾ, നന്ദി പറഞ്ഞ് മുറിച്ചു കഴിഞ്ഞപ്പോൾ, അവനെ തിന്നവനൊക്കെ എന്തുണ്ടായി? ജീവനുണ്ടായി. അവനെ തിന്നവന് മറ്റൊരു പ്രത്യേകതയുണ്ടായി. താനും മുറിയപ്പെടേണ്ടവനാണ് എന്നുള്ള തിരിച്ചറിവ് അവൻ എന്ത് ചെയ്തു? ഉണ്ടായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്താണ് ഒരു മാംസം ധരിക്കുന്നു, ആ സമയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറിട്ട ഒരു വഴിക്ക് എന്ത് ചെയ്യും? മാറിത്തുടങ്ങും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു മനുഷ്യനെയും നമ്മൾ പിന്നെ വിധിക്കാൻ പോകില്ല. കാരണം ദൈവം ഇവനെ എന്നെങ്കിലും എന്ത് ചെയ്തോളും? രക്ഷപ്പെടുത്തിക്കോളും. അതുകൊണ്ട് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, തകർന്നു കിടക്കുന്ന ഒരുത്തനെക്കുറിച്ചുള്ള എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, അവനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ, അവനു വേണ്ടി ഉപകാര സ്മരണകൾ, അവനു വേണ്ടി ബലിയർപ്പണങ്ങൾ, ഇത് നടത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആകുലതയുടെ ലോകങ്ങളിൽ നിന്ന് നന്ദി പറയുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ശരിക്കും ഈ യോനാ പ്രവാചകൻ്റെ 4 അധ്യായത്തിൽ അവിടെ ചെയ്യുന്നൊരു കാര്യമാണ്, യോനായ്ക്ക് വേണ്ടി ഒരു തണലിന് വേണ്ടി ഒരു മരം മുളപ്പിച്ചു. മരമൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞുകൊണ്ടേ ദൈവം എന്ത് ചെയ്യാണ്? പെട്ടെന്ന് അവനൊരു തണലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ
പിണങ്ങിപ്പോയ ഒരുത്തന് പോലും എന്ത് ചെയ്യാണ്, അവനൊന്ന് ജീവിച്ചോട്ടെ എന്ന് ഓർത്താൽ വീണ്ടും അവനൊരു തണലുണ്ടാക്കി കൊടുക്കുകയാണ്. തണലുണ്ടാക്കി കൊടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു, ചുമ്മാ അതിനിട്ടൊന്ന് ഞോണ്ടിക്കഴിഞ്ഞ ഉടനെ അവൻ പെട്ടെന്ന് വീണ്ടും കർത്താവിനോട് കോപിച്ചു. ഉടനെ ചോദിച്ചു, എടാ, ഒരു മരം വാടിപ്പോയപ്പോൾ നീ ഇത്രമാത്രം, എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നീ ഒന്ന് വെയിൽ കൊണ്ട് ഇച്ചിരി വേർത്തപ്പോൾ നീ കോപിക്കുകയാണെങ്കിൽ ഇത് നോക്കിയേ, 1,20,000 മനുഷ്യൻ ഇവൻ നശിച്ചു പോകാൻ അങ്ങനെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് സ്നേഹനിധിയായ ആ ദൈവത്തിൻ്റെ ആ ഒരു കൃപയുടെ കടലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സുകൾ മാറ്റണം. അതുകൊണ്ടാണ് നമ്മൾ എത്രമാത്രം ഈ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് ചിന്തിക്കുന്നുണ്ടോ ആ ഒരു തലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പശ്ചാത്തപിക്കണം. ഇതുകൊണ്ടാണ് 2 കൊരിന്ത്യൻസ് 12 7 തൊട്ടുള്ള വചനം, നമ്മുടെ ബൈബിളിലുള്ള ബുക്കാണ് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 7 ഓൺവേർഡ്സ്. 2 കൊരിന്ത്യൻസ് 12 7 തൊട്ടുള്ള വചനം വായിച്ചു കേൾക്കാം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പിന്നെ ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ കണ്ടോ, വെളിപാടുകളുടെ ആധിക്യത്താൽ, പിന്നെ എന്താണ്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു മുള്ള് തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വീഴ്ചകൾ, എനിക്ക് കുറേ ബലഹീനതകൾ, എനിക്ക് കുറേ പോരായ്മകൾ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് എന്നൊക്കെ ഉണ്ട്, എനിക്ക് കുറേ ബലഹീനതയുണ്ട്, എനിക്ക് കുറേ പോരായ്മകളുണ്ട്. ഇതെല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് അനുവദിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ വായിച്ചു കേൾക്കാം. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. സത്യത്തിൽ നമ്മുടെ ബലഹീനതകളെല്ലാം തന്നെ മതിമറന്ന് ആഹ്ലാദിച്ച് നശിക്കാതിരിക്കാൻ, നമ്മളെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടു നടക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയാണ്, വായിച്ചേ അടുത്ത വചനം. അത് എന്നെ വിട്ടകലാൻ വേണ്ടി, ഈ ബലഹീനത ദൈവം അനുവദിച്ചു തന്ന 100,000 ബലഹീനത, ഈ ബലഹീനത വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. പിന്നെ എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എന്നാൽ കർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞു. എന്നാ പറഞ്ഞു? നിനക്കെന്റെ കൃപ മതി. കണ്ടോ, ഈ ബലഹീനത വിട്ടുമാറുക അല്ല വേണ്ടിയത്. പിന്നെ നിനക്ക് എന്ത് വരും, നിനക്ക് എന്ത് മതി? നിനക്കെന്റെ കൃപ മതി. കണ്ടോ, നിനക്ക് എന്ത് മതി? ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ശരിക്കും എന്താണ്, നിനക്കെന്റെ എന്ത് മതി? കൃപ മതി. അടുത്ത വചനം വായിച്ചേ. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കണ്ടോ, ഇവിടെ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. വിശുദ്ധനിൽ അല്ല എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ആരിലാണ്? കണ്ടോ, എത്രമാത്രം നീ ബലഹീനനാണോ, ആ ബലഹീനതയെക്കുറിച്ച് നിനക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന ബലഹീനതയുണ്ടെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, ആ ബലഹീനതയെ ഓർത്ത്, ഇത് തന്ന ദൈവത്തെ ഓർത്ത് നീ നന്ദി പറയാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും എന്നിൽ എന്തു ചെയ്യും? പ്രകടമാകും. കാരണം അവനറിയാം, ഞാനിരിക്കുന്നതും ഞാൻ നടക്കുന്നതും ഞാൻ പോകുന്നതും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? ദൈവകൃപ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആശ്രയം മുഴുവൻ എപ്പോഴും ആരിലായിരിക്കും? ദൈവത്തിലായിരിക്കും. അവൻ്റെ ആശ്രയം നാട്ടിലെ ഒരു മനുഷ്യനിലും ആയിരിക്കത്തില്ല. അവൻ്റെ ആശ്രയം എപ്പോഴും എവിടെയായിരിക്കും? ആ ദൈവത്തിലായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ പിള്ളേരെ നോക്കിക്കേ, ഒരു പെങ്കൊച്ചിപ്പങ്ങാനും ഭൂമിയിലേക്ക് പറന്നു പോയാൽ പിന്നെ അപ്പൻ്റെ അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ ലണ്ടൻ, കർത്താവേ കാനഡ, കർത്താവേ പിന്നെ സിംഗപ്പൂർ, കർത്താവേ കുവൈറ്റ്, ഇതെല്ലാം. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്? ഇത് നോക്കിയിരുന്ന് ആ പെങ്കൊച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വളർന്ന് പിന്നെ അതിനെ അറിയാൻ മേലാത്ത IELTS OET അതും ഇതെല്ലാം എങ്ങനെയും പഠിപ്പിച്ച് ചുമന്ന് കെട്ടി അതിനെ എന്ത് ചെയ്യും? അവിടെ കൊണ്ടിടും. ഇനി ഇവിടെ 18 ഡിഗ്രി ജീവിക്കാൻ മേലാത്തവരവിടെ എന്ത് ചെയ്യണം? -18 പോയി ജീവിക്കുന്നത്. എന്നിട്ട് ഒരു പരുവാകും. എന്നിട്ട് അതിനവിടെ ചെല്ലുന്ന ഉടനെ തന്നെ എന്തു ചെയ്യും? ആ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മരണം വരെ കഷ്ടപ്പെടാനുള്ള ലോൺ എടുക്കും. ശരിക്കും ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ മരണം വരെ അവർക്ക് എന്താണ്? കഷ്ടപ്പാടാണ്. അപ്പോൾ എന്തു ചെയ്യണം? ആ ലോണെല്ലാം എടുത്ത്
ഒരു തരത്തിൽ അതിനെ എന്ത് ചെയ്യാണ്, വീട്ടിലുള്ള എല്ലാ സംഭവവും ഒക്കെ ഇതാക്കി കെട്ടിച്ചൊക്കിട്ട് എന്ന് പറഞ്ഞാൽ മരണം വരെ ഈ കൊച്ചിന് എന്തില്ല, അസ്വസ്ഥതയില്ല. അപ്പോൾ ഇവിടെ പറയാണ്, അതിരാവിലെ എഴുന്നേൽക്കുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നയിക്കുന്നതെല്ലാം എന്താണ്, വ്യർത്ഥമാണ്. അടുത്ത വചനം ഇതാണ്, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടുന്നത് നൽകുന്നു. എൻ്റെ അടുത്ത വചനം എന്താണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. നമ്മൾ ഇച്ചിരി മുമ്പേ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കേട്ടു. ദൈവം ആരാണ്? സ്നേഹനിധിയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വലിയ നിധി ഭണ്ഡാരമായ ദൈവം എന്തിരിക്കുകയാണ്, സമ്മാനം കൊടുക്കുന്നതാണ് മക്കളെ. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ, ഉദരഫലം ഒരു സമ്മാനം. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ 45 വയസ്സിൽ ജനിക്കുന്ന മക്കൾ നല്ല എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഗവൺമെൻറ് ഒരു കൊച്ചിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു വയസ്സുണ്ട്. എത്രയാ പെൺകുട്ടിയാണെങ്കിൽ? പിന്നെ എന്താണ്, സെറ്റിലായിട്ട് കെട്ടിക്കണമെന്നല്ല ഗവൺമെൻറ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് 18, 21 വയസ്സിലൊക്കെ മക്കളെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കെട്ടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സനുസരിച്ചോ? നമ്മുടെ മനസ്സരിച്ച് നമ്മുടെ വീടിൻ്റെ അടിത്തറയും കുളവും എല്ലാം തോണ്ടി അതിനുശേഷം വലിയൊരു വീടൊക്കെ വെച്ച് ഇങ്ങനെ പ്രത്യേക സെറ്റപ്പിലായിട്ട് വേണമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതിയുമായിട്ട് നമ്മുടെ മനസ്സിന് യാതൊരു ബന്ധവും ഇല്ല. എന്നിട്ട് പറയാണ്, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടുന്നത് നൽകുന്നു. എന്നിട്ട് പറയാണ്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ ആരാണ്? യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. എന്നിട്ട് അടുത്ത വചനമാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. അടുത്ത വചനം, നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അവൻ സ്നേഹനിധിയാണെന്നും കരുണയാണെന്നും ദയാലുവാണെന്നും എന്നെ തീറ്റിപ്പോറ്റാൻ കഴിവുള്ളവനുമാണെന്നുള്ള വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഉയരണം, വളരണം. കരങ്ങൾ വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും യോന എന്ന മനുഷ്യനിലൂടെ നമ്മൾ പഠിക്കേണ്ട, എൻ്റെ ദൈവം എന്നെ എന്ത് ചെയ്യത്തില്ല, നശിപ്പിക്കത്തില്ല. എന്നെ മാത്രമല്ല, ഈ ജനതയെ ഒന്നും നശിപ്പിക്കാൻ അവനെക്കൊണ്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. കാരണം അവൻ വലിയ സ്നേഹനിധിയായ സൃഷ്ടാവാണ്. അപ്പം അതുകൊണ്ട് ആ ഓരോ വചനമനുസരിച്ച്, ഇതുകൊണ്ടാണ് ഈ 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയാണ്, 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയാണ്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ആരാണ്? പുതിയൊരു സൃഷ്ടിയാണ്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. അടുത്ത വചനം വായിച്ചേ. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നതിനു വേണ്ടി എന്ത് ചെയ്യണം? ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അടുത്ത വചനം വായിച്ചേ. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. അടുത്ത വചനം. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാനുഷിക കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. ഈ മാനുഷിക കാഴ്ചപ്പാടിൽ യേശുക്രിസ്തുവിനെ വീക്ഷിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെന്നും ധ്യാന കേന്ദ്രങ്ങളുടെ അടിമകളായിരിക്കും. മാനുഷിക കാഴ്ചപ്പാടിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ വീക്ഷിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെന്നും അച്ഛന്മാരുടെ അടിമകളായിരിക്കും, ധ്യാന ഗുരുക്കന്മാരുടെ അടിമകളായിരിക്കും. കണ്ടോ? ധ്യാന കേന്ദ്രങ്ങളുടെ അടിമകളായിരിക്കും. നിങ്ങൾ ആരാകണം? യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്
യഥാർത്ഥ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുന്ന ക്രിസ്തുവിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. കാരണം അവന് നമ്മളെ തകർക്കാൻ പറ്റത്തില്ല, അവന് നമ്മളെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് നമുക്ക് കിട്ടേണ്ടിയത് ഈ ധൈര്യമാണ്. ഇവൻ സകല വാഗ്ദാനങ്ങളും നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു? തന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ കൂദാശകളിലൂടെയും സ്വർഗം നൽകാനുള്ളത് മുഴുവൻ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. മാമോദീസ എന്ന കൂദാശയിൽ നമ്മളെ അവൻ എന്ത് ചെയ്യാണ്? രാജകീയ പൗരോഹിത്യത്തിലേക്ക് അവൻ ഉയർത്തിയിരിക്കുക. ആ മാമോദീസ എന്ന കൂദാശയിൽ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഒരു കിരീടമൊക്കെ ധരിപ്പിച്ച് ഒരു രാജാവാക്കി, ഒരു രാജ്ഞിയാക്കി അവൻ നമ്മളെ മാറ്റിയിരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പരിശുദ്ധ കുർബാന അവൻ നമുക്ക് തന്നിട്ട് പറഞ്ഞു, നീ ഇത് തിന്ന്, എന്നെ നീ ഒന്ന് തിന്നാൽ ഇതെന്ത് ചെയ്യും? നിത്യജീവനിലേക്ക് നിന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോകും. കേട്ടോ? അതിനുശേഷം അവൻ പറഞ്ഞു, ഇത് തിന്നു തുടങ്ങിയാൽ, ബോധ്യത്തോടെ നീ തിന്നു തുടങ്ങിയാൽ നിനക്കില്ലാത്ത ജീവൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പകരാൻ പറ്റും. അതുകൊണ്ടല്ലേ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൻ അനേകരെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. കണ്ടോ? അവൻ്റെ വസ്ത്രത്തിൽ, അവൻ ധരിച്ച വസ്ത്രത്തിൽ പോലും തൊട്ടവർ അനേകർ എന്ത് ചെയ്തു? സുഖപ്പെട്ടു. അത് വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങിയവൻ്റെ വസ്ത്രത്തിൽ തൊട്ടവരും എന്ത് ചെയ്തു? സുഖപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് പറയാണ്, അവൻ്റെ ശരീരസ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ സമീപത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ രോഗികൾ സുഖപ്പെട്ടു. വിശ്വാസം ശക്തിപ്പെട്ടാൽ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിക്കഴിഞ്ഞാൽ, പ്രത്യേകത നിനക്ക് അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായി, ഒരു മകനായി, ഒരു മകളായി എന്ത് ചെയ്യാൻ പറ്റും? മാറാൻ പറ്റും. പിന്നെ നിന്റെ ദൗത്യമെന്ന് പറയുന്നത് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടിയോടും ഞാൻ സ്വീകരിച്ച, ഞാൻ വിശ്വസിച്ച സുവിശേഷം എന്ത് ചെയ്യണം? പറയണം. ഇതിപ്പോൾ സുവിശേഷം മാമോദീസായിലൂടെ തന്നെ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെയും കിട്ടി, പരിശുദ്ധ കുർബാനയും കിട്ടി, എല്ലാ കൂദാശകളും കിട്ടി. എന്നിട്ടും നമ്മുടെ അയ്യോ അയ്യോ നിലവിളി മാത്രം എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, യഥാർത്ഥത്തിൽ യോഹന്നാൻ 8:36 പറഞ്ഞതുപോലെ പുത്രൻ എന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്നു, അന്നല്ലാതെ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആരെ പ്രസവിക്കും? ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ തൻ്റെ ജനത്തെ സകല പാപങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? മോചിപ്പിക്കും. ഇത് സ്വീകരിച്ചവൻ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് സ്വർഗം നൽകിയ ഒരു നാമമുണ്ട്. ആ നാമമാണ് ആര്? യേശു. അതുകൊണ്ട് സ്നേഹനിധിയായ, ദയാലുവായ, കാരുണ്യവാനായ ദൈവം നമ്മളെ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം സ്വതന്ത്രമാക്കണം. നമ്മളെന്നും ഈ നിലവിളിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, അയ്യോ അയ്യോ വെച്ചുകൊണ്ട് ജീവിക്കാൻ സ്വർഗം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. ഇനി സ്വർഗത്തിന് എന്നും അവനവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനോട് എന്താണ്? വെറുപ്പാണ്. ഇത് നമ്മൾ പഠിക്കണം. അല്ല, യോനായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ബാക്കി പറഞ്ഞേ, അവിടെ ശരിക്കും നമ്മൾ കാണുകയാണ്, ഈ 1,20,000 മനുഷ്യനോട് കരുണ ഞാൻ എന്ത് ചെയ്യേണ്ടതാണ്? കാണിക്കേണ്ടതാണ്. ഒരു വാടാമുല്ല ചെടി ഉണങ്ങിയപ്പോൾ നീ കോപിച്ചുവെങ്കിൽ, നീ അതിനെ ചൊല്ലി വിലപിച്ചുവെങ്കിൽ, നിന്റെ ഉള്ള് ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല? ദൈവത്തിൻ്റെ ആ മാംസം ധരിച്ച സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം തിരുത്താം.
ഓരോ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞപ്പോഴും പരിശുദ്ധ സ്ലീബായാൽ നാം അത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ആരാധിച്ച് ഒന്നിച്ച് പാടി പ്രാർത്ഥി സ്തുതിക്കാം. ദൈവത്തിൻ്റെ ഈ ശക്തി നമ്മളിൽ നിറയട്ടെ. സങ്കീർത്തനം 127 പറയുന്നത് പോലെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതം എല്ലാം ക്രിസ്തു പണിയട്ടെ, യേശു ക്രിസ്തു പണിയട്ടെ. നമുക്ക് വിട്ടുകൊടുക്കാം. ഇതൊന്നും എന്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ കൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ കൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളും ഓർത്ത് നന്ദി പറയേണ്ട ഒരു സമയമാണ്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്തെല്ലാം ബലഹീനതകളുണ്ടോ, എന്തെല്ലാം കുറവുകളുണ്ടോ, എന്തെല്ലാം വേദനകളുണ്ടോ, ഇതിനെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. സ്തുതിച്ചേ സ്തുതിച്ചേ സ്തുതിച്ചേ, നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, എല്ലാം ഓർത്ത് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചേ, ഒന്ന് വാ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഒന്ന് ആരാധിച്ചേ. എല്ലാ കെട്ടുകളും അഴിയേണ്ട സമയമാണ്. അവൻ കോപിക്കുന്നതിൽ വിമുഖനാണ്, അവൻ ദയാലുവാണ്, അവൻ സ്നേഹനിധിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടിമത്തത്തിന്റെ ചങ്ങലകളെല്ലാം അഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. സ്തുതിച്ചേ, ആരാധിച്ചേ, വിളിച്ചേ. യേശുവേ, വിളിച്ചു പ്രാർത്ഥിച്ചേ. യേശുവേ 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 യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, നൂറായിരക്കണക്കിന് ബലഹീനതകളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ നശിച്ചു പോകാതിരിക്കാൻ
നീ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ ബലഹീനതകളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു യേശുവേ. എല്ലാ ബലഹീനതകളെയും ഓർത്ത് എന്റെ ബലഹീനതകളെ കുറിച്ച് ഞാൻ ഇന്ന് അഭിമാനം കൊള്ളുന്നു യേശുവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യേശുവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു യേശുവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവേ. ഹല്ലേലൂയ. ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ഓരോരുത്തരും നടക്കട്ടെ. ഗലാത്യ 5:1. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവഹിതത്തിന് മുമ്പിൽ പരിപൂർണമായി എളിമപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം ഇന്നത്തെ ദിവസം നമുക്ക് തേടാം. ഇന്ന് ലാസ്റ്റ് ദിവസത്തിൽ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവഹിതം എന്നിൽ നിറവേറാൻ ഞാനൊരു ദാസനായി, ഒരു ദാസിയായി എന്നെ തന്നെ വിട്ടുകൊടുക്കും. അങ്ങനൊരു തീരുമാനം നമുക്കെടുക്കാം. സ്വർഗം നമുക്ക് നൽകേണ്ടിയതെല്ലാം തന്നെ നമുക്ക് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി എനിക്കുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വര വചനം നരനായി തീരാ റൂപദിശ ഭൂവിൽ തിരഞ്ഞെടുത്ത ധന്യ കന്യകമറിയാമേ. ചിന്മയനുടെ ജനനീ നന്മ നിറഞ്ഞോളേ, അൻപോടു പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. ഭരണിതലയുടയോ കഥമാമത്ഭുതഗോമണിയാ, ബേഥേലിൻ യാക്കോബു നിൻ ദൃഷ്ടാന്തം മുൻകണ്ടു. നരകുലരക്ഷയ്ക്കായി ദൈവസുതൻ വെളിവായ മഹിതം ഭാജനമേ, അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൃപ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനമുള്ള കന്യകയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. നീ
നീതിയുടെ കണ്ണാടിയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിലയേറിയ പാത്രമായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാക്കന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണം. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യ അധികാരത്താൽ യോഹന്നാന്റെ സുവിശേഷം 20:19-21 വചനം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരോട് മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവരവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ച് കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. യേശു ക്രിസ്തു സത്യ ദൈവമാണെന്ന്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് യേശുവെന്ന ഒറ്റ നാമമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും ബന്ധിക്കുവാനും മോചിക്കുവാനും സുഖപ്പെടുത്തുവാനും സ്വർഗം ഞങ്ങൾക്ക് നൽകിയുള്ള അധികാരത്താൽ അഭിവന്യ പിതാക്കന്മാരുടെ പ്രധാനാചാരിത്വത്തിന്റെ കൂട്ടായ്മയിൽ തണലിൽ നിന്നുകൊണ്ട് എല്ലാ പുരോഹിതരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ മേലുള്ള എല്ലാ പീഡകളെയും അന്ധകാര സൈന്യങ്ങളെയും ഭയത്തെയും രോഗത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് കെട്ടി ശാസിച്ച് നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഇവരുടെ മനസ്സ് തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തു ദൈവം ക്ഷമാശീലനാണ്, ദയാലുവാണ്, കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു ഉയരട്ടെ. എല്ലാ കുറ്റബോധങ്ങളും ഇവരിൽ നിന്ന് നീങ്ങട്ടെ, എല്ലാ അശുദ്ധികളും ഇവരിൽ നിന്ന് നീങ്ങട്ടെ. യേശുവേ, ഇവർ വഴി അനേകം തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. യേശുവേ, എല്ലാം നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ, നിന്റെ പാദത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങളോ പ്രയോജനമില്ലാത്ത ദാസന്മാർ കടമ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ, നല്ല
നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ. സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ, മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ, മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ. പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയൊരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും ഞാൻ. വല്ലഭാവത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയൊരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ.